ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡെയിലി മാജിക്. എല്ലാവർക്കും സുഖമാണല്ലോ. ഡെയിലി മാജിക്കിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു എഗ് മാക്രോണി റെസിപ്പിയാണ്. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പേ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ ഈ എഗ് മാക്രോണി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വെള്ളം ഒന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് മാക്രോണി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാക്രോണി എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഇതാ ഇപ്പം ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാം. ഊറ്റിയെടുത്തതിന് ശേഷം കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഊറ്റിയെടുത്താൽ ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരുന്നോളും. ഇനി പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ ഞാനിവിടെ ഒരു 4 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന മാക്രോണിയുടെ അളവനുസരിച്ച് മുട്ട എടുക്കേണ്ടി വരും. ഞാനിവിടെ 4 മുട്ടയ്ക്കുള്ള മാക്രോണിയാണ് എടുത്തിട്ടുള്ളത്. ഈ മുട്ടയിലേക്ക് ഞാനിപ്പോൾ കുറച്ച് കുരുമുളകും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചൂടായ ഈ കടായിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഈ മുട്ട ഒന്ന് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കണം. മുട്ട നല്ലതുപോലെ ചിക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് മാറ്റാം. ഇനി ഇതേ പാത്രത്തിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലിന് പകരം വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 4-5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതാണ്. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ 2 മീഡിയം സൈസ് സവാള ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേഗത്തിൽ തന്നെ വഴറ്റിയെടുക്കുന്നുണ്ട്. സവാളയുടെ കൂടെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. സവാളയൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം ഞാനിതാ ഒരു തക്കാളി ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് കുഴഞ്ഞു വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇതാ ഇപ്പോൾ തക്കാളി ഒന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അടുത്തതായി ഒരു ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടോ അല്ലെങ്കിൽ ചെറുതായി കട്ട് ചെയ്തോ ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ക്യാരറ്റ് ഒന്ന് സോഫ്റ്റായി കിട്ടുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ എല്ലാം ഒന്ന് നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് എരിവിന് ആവശ്യമായ മുളക് പൊടിയും കുരുമുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്രത്തോളം എരിവ് ആവശ്യമാണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടിയാണ്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരുംജീരകം പൊടിച്ചതും കൂടി ചേർക്കാം. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ അടുത്തതായി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ തന്നെ കുറച്ച് സോയാ സോസും കൂടിയാണ്. സോയാ സോസ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് എല്ലാം കൂടി വീണ്ടും ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്.
ഇതെല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് വന്ന സമയത്ത് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ആക്കിയെടുത്ത് വെച്ച മുട്ട ചേർത്ത് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് മാക്രോണി ചേർത്ത് കൊടുക്കാം. മാക്രോണി മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം മാക്രോണിയിലേക്ക് നല്ലതുപോലെ മസാലയൊന്ന് പിടിച്ചു കിട്ടുന്നത് വരെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. കൂടുതൽ സമയം മിക്സാക്കി കൊടുത്തിട്ട് അധികം ഡ്രൈ ആക്കാൻ നിൽക്കണ്ട. മസാലയ്ക്ക് ഒന്ന് നന്നായിട്ട് മിക്സായി വന്നിട്ട് നമ്മുടെ മാക്രോണി മസാല അടിപൊളിയായി തയ്യാറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ, ബൈ ബൈ.